ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അധിക നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചക്കയൊന്ന് വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു വരിക്കച്ചക്കയാണിത്. ഇന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് പഴുക്കാറായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, വെട്ടി അങ്ങ് താഴെ ഇട്ടു. അങ്ങനെ നമ്മുടെ ചക്ക ഇപ്പം നന്നായി പഴുത്ത് കിട്ടിയിട്ടുണ്ട്. വെട്ടിക്കഴിഞ്ഞിട്ട് 2 ദിവസത്തെ കഴിഞ്ഞ് നമ്മുടെ ചക്ക ഒന്ന് നന്നായി പഴുത്ത് കിട്ടാനായിട്ട്. അപ്പം നമുക്കിനി നമ്മുടെ ചക്ക എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി അതിലെ ചുളയൊക്കെ ഒന്ന് വെളിയിലെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കയിലെ ആ ഒരു ചുളയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചക്ക വരട്ടിയതിന് നല്ലൊരു ചക്കയെന്ന് പറയുന്നത് വരിക്കച്ചക്കയാണ്. മറ്റേ കൂഴച്ചക്കയൊക്കെ ഉണ്ടെങ്കിലും അത് നിറയെ നാരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് വരിക്കച്ചക്കയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചക്ക വരട്ടിയതിന് വേണ്ടി ശർക്കര ഒന്ന് പാനിയാക്കണം. അതിനായി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 കിലോ ശർക്കരയാണ്. അപ്പോൾ നമുക്കിനി ഈ ശർക്കര നന്നായി ഒന്ന് പാനിയാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഒന്ന് തിളച്ച് നല്ല പാനിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. അടുത്തതായി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കണം. ഏകദേശം ഇതുപോലെ വേണം നന്നായി ഒന്ന് അരച്ചെടുക്കാൻ. കുക്കറിലൊക്കെ വേവിച്ച് മിക്സിയിൽ അരച്ചെടുക്കുന്നവരുമുണ്ട്. നമ്മളിപ്പം ഡയറക്റ്റ് അങ്ങ് അരച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര ഞാൻ അരിച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കശുവണ്ടി. കൂടെ തന്നെ നമ്മൾ ഇവിടെ ഒരു 2 പീസ് ചുക്കും ഒരു 7-8 ഏലക്കായും 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. കൂടെ തന്നെ നമ്മുടെ നെയ്യും. നമ്മുടെ ചക്ക വരട്ടിയതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ്. അപ്പോൾ നമ്മൾ നെയ്യും എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ചക്ക വരട്ടിയത് റെഡിയാക്കുന്നതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് നമുക്കൊരു ഓട്ടുരുളി വെച്ച് കൊടുക്കാം. അടി കട്ടിയുള്ള നല്ലൊരു പാത്രത്തിൽ വേണം നമ്മളെപ്പോഴും ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ തീ കയറി പുകയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഓട്ടുരുളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്കൊരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്രയും ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചക്ക വരട്ടിയതിന്. ഈ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ചക്ക വരട്ടിയത് ഈ ഉരുളിയിൽ അടി പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കശുവണ്ടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എള്ളൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എള്ളൊന്നും ചേർത്തിട്ടില്ല, കശുവണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചക്ക കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കശുവണ്ടിക്ക് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതങ്ങ് കോരി മാറ്റി. ഇനി നമുക്ക് ഈ ഓട്ടുരുളിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടുരുളി നന്നായി ചൂടായിരിക്കുന്നുണ്ട്. നമ്മൾ ചക്ക ഒഴിച്ചപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു ചക്ക. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി ഈ ചക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റോളം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കാം. പിന്നീട് അങ്ങോട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ ഇത് തിള വന്ന് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കൈ കുറേയൊക്കെ പൊള്ളി ഇത് ചെയ്ത സമയത്ത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിള വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തെല്ലാം പൊട്ടി ഇതുപോലെ ഇങ്ങനെ തിള വന്ന് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറുകി വരുംതോറും നമ്മൾ അതിലേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. പണ്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാറുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പം നമ്മൾ നെയ്യ് തന്നെ മാക്സിമം ചേർത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നെയ്യ് ആകുമ്പോഴാണ് നമ്മുടെ ചക്ക വഴറ്റിയതിന് പ്രത്യേക ഒരു സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് നെയ്യ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം മാക്സിമം. അതുപോലെ തന്നെ നമ്മൾ കൈയൊന്നും പൊള്ളാതെ മാക്സിമം ശ്രദ്ധിച്ച് നിന്ന് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്.
അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ചക്ക വഴറ്റി എടുക്കുക എന്നുള്ളത്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നിന്ന് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഒത്തിരി ടൈം എടുക്കും. ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം എടുത്ത് നമ്മുടെ ചക്കയൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് നന്നായി ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ പാനിയാക്കി വെച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കിലോ ശർക്കരയുടെ പാനിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തോട്ട് കയ്യിലോട്ടൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ നീല കളറിൽ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരയിൽ കിടന്ന് നമ്മുടെ ചക്ക നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നെ ഇവിടെ അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് നന്നായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്കും ആ ഒരു ഏലക്കായയും കൂടി ചേർത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളത്. ബാലൻസ് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ ഉള്ളൊരു ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. നമ്മളിവിടെ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വഴറ്റിയത് ഏകദേശം ഒന്ന് നന്നായി വറ്റി നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഏലക്കായുടെയും ചുക്കിൻ്റെയൊക്കെ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം ഇവിടെ ഒരു 5 സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്ക വരട്ടിയതിനാകുമ്പം അത്ര മതിയാവും. അതേസമയം ചക്ക ഹൽവയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 7-8 സ്പൂൺ നെയ്യോളം വേണം. പണ്ടൊക്കെ ഉള്ളൊരു വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമായിരുന്നു. നമ്മളിപ്പം വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടേ ഇല്ല. അങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കയിലെ വെള്ളമൊക്കെ നന്നായി പോയി. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് നമ്മുടെ ചക്കയിലോട്ട് പിടിച്ചിട്ടുണ്ട്. കുറേ നേരം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ഇളക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകത്തിൻ്റെ പിടിക്ക് അത്യാവശ്യം നീളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയൊന്നും അധികം പൊള്ളത്തില്ല. അതുപോലെ തന്നെ ചക്ക വരട്ടിയത് എപ്പോഴും വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഗ്യാസിലാകുമ്പോൾ എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഫ്ലെയിം പോകുന്നത്. ഞാനിവിടെ ഗ്യാസിലാണ് ഉണ്ടാക്കിയെടുത്തത്. അവസാനമായി നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചക്ക വരട്ടിയതിന് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി തിന്നുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേസമയം ചക്ക ഹൽവയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവണം. ഇതിനി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചക്ക വരട്ടിയത് വെച്ച് നമുക്ക് ഇലയടയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സീസൺ വരെയും നമുക്ക് ചക്ക കഴിക്കാനൊക്കെ ആയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. എത്ര കാലം വേണേലും കേടുകൂടാതെ ഇരുന്നോളും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.